ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ചോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ചോളപ്പൊടിയും ചോളം ഞുറുക്കും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചത്. നല്ല വൃത്തിയുള്ളത് നോക്കി കിട്ടിയിട്ടുണ്ട്. ഞാനിത് 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി നല്ലതുപോലെ 3-4 വെള്ളം ഒന്ന് കഴുകി നമുക്ക് വെയിലത്ത് വെക്കാം. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ടിന്നിലൊക്കെ ഇട്ട് വെക്കാം. നുറുക്കിയെടുത്താൽ മതി. നുറുക്കുമ്പോൾ പൊടിയുന്നത് നമുക്ക് പൊട്ടിനും എടുക്കാം, നുറുക്ക് ഉപ്പുമാവിനും എടുക്കാം. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതിനകത്ത് അഴുക്കെല്ലാം നമുക്ക് പോകും. എത്ര ആയാലും നമ്മൾ ശുദ്ധമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ എന്തായാലും വാങ്ങിക്കുന്നത് ആവത്തില്ല. ഇങ്ങനെ നുറുക്ക് ചോളം മുഴുവനെ കിട്ടുന്നവർ ഇത് തന്നെ. ഇപ്പോൾ ഉണക്കൊക്കെ സമയത്ത് പെട്ടെന്നാണ് ഉണങ്ങി കിട്ടുക. നമ്മൾ കുതിരാനൊന്നും വെക്കുന്നില്ലല്ലോ. ഇപ്പം നല്ലൊരു ഭംഗി കിട്ടിയില്ലേ കഴുകിയപ്പം തന്നെ. വെള്ളത്തിൻ്റെ നിറം കണ്ടില്ലേ? എൻ്റെ ഇത്ര അഴുക്ക് വെള്ളത്തിലുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെക്കാം. അത് ചോളം എല്ലാം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ച് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള ചോളപ്പൊടിയാണ്. കണ്ടില്ലേ? നമുക്ക് പുട്ടിനും ഉപ്പുമാവിനും ഒക്കെ പറ്റിയ പൊടിയാണ്. ഇതിനെ നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇത് പൊടി നന്നായിട്ട് നനച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നുണ്ട്. ഒരു ചെറിയ നുറുക്കും ഉണ്ട്. നമ്മൾ പുട്ടുപൊടി നനയ്ക്കാൻ എളുപ്പമുണ്ട്. പൊടി നനഞ്ഞ് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് ഇളക്കാം. തേങ്ങയൊക്കെ എത്ര ചേർത്താലും നല്ലതാണ്. പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ ഇടുന്നതിലാണ്. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിടുക. നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറ്റിയിലോട്ട് വാരിയിടാം. ആദ്യമേ കുറച്ച് തേങ്ങ ഇടുക. സാധാരണ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ നമ്മളിത് വാരിയിടുക. പൊടി നമ്മൾ കുറ്റി നിറയ്ക്കുമ്പോൾ ഒരിക്കലും അമുക്കി ഇടരുത്. ഇടയ്ക്ക് ഗ്യാസ് കയറി വേവാനുള്ള സ്പേസ് ഉണ്ടാവണം. അപ്പം പെട്ടെന്ന് ആവി വരികയും ചെയ്യും. അറിഞ്ഞിട്ടുണ്ട്. വെള്ളം തിളച്ച് നോക്കിനി ഇതിലേക്ക് കുറ്റി എടുത്ത് വെക്കാം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോളം പുട്ട്, ചെറുപയർ, മുട്ട പുഴുങ്ങിയത്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തിരി മാമ്പഴവും കൂടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.